ഹലോ ഹായ്. ഒരു കാര്യം ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ ചോദിക്കാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ നേരെ നെഗറ്റീവ് ആണ് കേട്ടോ. ഒരു കാര്യം ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാറില്ലേ എന്നുള്ളത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. എന്നാലും നമ്മൾ പറഞ്ഞതിന്റെ നേരെ നെഗറ്റീവ് ആണ്. എന്നാൽ നമ്മൾ ഡു ഡസ് വെച്ചിട്ടാണ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ. അപ്പൊ ഇല്ലേ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ചെയ്യാറില്ലേ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് ഓർ ഡസിൻ ഇത് രണ്ട് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാം ഡോണ്ട് എവിടെ വരും, ഡസിന്റെ എവിടെ വരും. ഇനി അത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. നമ്മൾ അയ്യോദേവി എല്ലാവരും കണ്ടതാണല്ലോ അല്ലെ. അപ്പൊ ഡു എവിടെ വരും, ഡസിന്റെ എവിടെ വരും എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. നിനക്ക് ബിരിയാണി ഇഷ്ടമില്ലേ എങ്ങനെ ചോദിക്കും? നമുക്ക് ചോദിക്കേണ്ടി വരുന്നല്ലേ. നിനക്ക് ഈ കറി ഇഷ്ടമില്ലേ, നിനക്ക് അവനെ ഇഷ്ടമില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരുന്നല്ലേ. അപ്പൊ ഇത് ചോദിക്കാൻ സിമ്പിൾ ആണ്. നിനക്ക് ബിരിയാണി ഇഷ്ടമല്ലേ എങ്ങനെ ചോദിക്കാം? ഡോണ്ട് യു ലൈക്ക് ബിരിയാണി. കണ്ടില്ലേ, ഡോണ്ട് ഇല്ലേ എന്നാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലേ ചെയ്യുന്നില്ലേ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഡോണ്ട് യു ലൈക്ക് ബിരിയാണി ഇഷ്ടമില്ലേ അല്ലെങ്കിൽ ഇഷ്ടമല്ലേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കണ്ടില്ലേ, ഇവിടെ യു ആണ് കേട്ടോ, അതുകൊണ്ടാണ് എന്താക്കിയത് ഡോണ്ട് വന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. അവർ അവിടെ പോകാറില്ലേ, പോകാറുണ്ടോ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ. അപ്പൊ അവർ അവിടെ പോകാറില്ലേ എന്നെങ്ങനെ ചോദിക്കും? സെയിം നിങ്ങൾ പഠിച്ചു അല്ലെ. ഡോണ്ട് ദേ ഗോ ദേർ. പോവാ എന്നുള്ളത് നമ്മള് ഗോ എന്നാണ് പറയാ അല്ലെ. ഡോണ്ട് ദേ എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അപ്പോൾ ഡോണ്ട് തന്നെയാണ് വരേണ്ടത്. ഡോണ്ട് ദേ ഗോ ദേർ. അവർ അവിടെ പോവാറില്ലേ, ഡോണ്ട്. അപ്പൊ ചെയ്യാറില്ലേ എന്നുള്ള അർത്ഥം കിട്ടാൻ ഡോണ്ട് ഓർ ഡസിന്റ് ആണ് ചേർക്കേണ്ടത്. അവൾക്ക് ജ്യൂസ് ഇഷ്ടമില്ലേ, ഇഷ്ടമാണോ എന്ന് നമ്മൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവൾക്ക് ജ്യൂസ് ഇഷ്ടമില്ലേ എന്നെങ്ങനെ ചോദിക്കും? അഗെയിൻ സിമ്പിൾ ആണ്. ഡസിൻ ഷീ ലൈക്ക് ജ്യൂസ്. കണ്ടില്ലേ, ഡസിന്റ് ആണ്, കാരണം ഷീ ഒരാളെ ഉള്ളൂ. അയ്യോ ദേവിയിൽ ഇല്ലാത്ത ആളാണ് അല്ലെ. ഷീ ഒരാളാണ്, അപ്പൊ ഡസിൻ ഷീ ലൈക്ക് ജ്യൂസ്. അവൾക്ക് ജ്യൂസ് ഇഷ്ടമില്ലേ. ഡസിൻ മറിയ ലൈക്ക് ജ്യൂസ്. മറിയക്ക് ജ്യൂസ് ഇഷ്ടമില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത്. അവന് ഫുട്ബോൾ കളിക്കാറില്ലേ. ഇല്ലേ എന്നുള്ള ചോദ്യമാണ്. അവന് ഫുട്ബോൾ കളിക്കാറില്ലേ എങ്ങനെ ചോദിക്കും? സിമ്പിൾ ആണ് അല്ലെ. ഡസിൻ ഹി പ്ലേ ഫുട്ബോൾ. എന്തുകൊണ്ടാണ് ഡസിൻ എന്ന് ചോദിച്ചത്? ബിക്കോസ് ഹി എന്നുള്ളത് ഒരാളെ ഉള്ളൂ. ഡസിൻ ഹി പ്ലേ ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കാറില്ലേ. അടുത്തത്. അമലും അമീറും ഇന്ന് കളിക്കുന്നില്ലേ എങ്ങനെ ചോദിക്കും? അവർ കാര്യം ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാൻ ഡോണ്ട് അല്ലെങ്കിൽ ഡസിന്റ് ആണ്. സബ്ജക്ട് എത്ര ആളുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. ഡോണ്ട് അമൽ ആൻഡ് അമീർ പ്ലേ ടുഡേ. ഡോണ്ട് കണ്ടില്ലേ, ഡോണ്ട്. ബിക്കോസ് അമൽ ആൻഡ് അമീർ രണ്ടാളുണ്ട്, അപ്പൊ നമ്മൾ പ്ലേ എന്ന് തന്നെ ഉപയോഗിച്ചു അല്ലെ. നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചു. ഡോണ്ട് അമൽ ആൻഡ് അമീർ പ്ലേ ടുഡേ. നെക്സ്റ്റ് വൺ. അവർ സ്കൂളിലേക്ക് പോകുന്നില്ലേ. ഇന്നലെ നമ്മള് സ്കൂളിലേക്ക് പോകാറുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നിങ്ങൾ അവർ സ്കൂളിലേക്ക് പോകുന്നില്ലേ അല്ലെങ്കിൽ പോകാറില്ലേ എന്നുള്ളത് എങ്ങനെ ചോദിക്കാം എന്നൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയാലോ.